നേരത്തെ തന്നെ ഉന്നയിച്ചതാണ് പൂരം കലക്കാൻ ബോധപൂർവമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അതിൽ ഒത്തുകളി നടന്നിട്ടുണ്ട് എന്ന ആക്ഷേപം. അതിൽ എം.ആർ. അജിത് കുമാറിനെ നിങ്ങൾ പ്രതിപട്ടികയിൽ നിർത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എം.ആർ. അജിത് കുമാർ തന്നെ തിരുവമ്പാടി ഗൂഢാലോചന നടത്തി എന്നൊരു റിപ്പോർട്ട് കൈമാറിയിരുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അല്ല, അതില് ഒന്ന് സംസ്ഥാന ഗവൺമെന്റ് അംഗീകരിച്ച റിപ്പോർട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, സംസ്ഥാന ഗവൺമെന്റ് ഒരു ത്രിതല അന്വേഷണം നടത്തിയതിന്റെ അന്തിമ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് തൊട്ടു മുമ്പ് വിവരാവകാശ പ്രകാരം പോലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ റിപ്പോർട്ട് ഇപ്പോ പുറത്തു വന്നതിലൊരു ദുരൂഹത ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ തൃശൂർ പൂരത്തിനുണ്ടായിട്ടുള്ള ആ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിഷയത്തില് ഒരു ദേവസ്വത്തെ മൊത്തത്തിൽ പ്രതിക്കൂട്ടിലാക്കി നിർത്തുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പില്ല. കാരണം തിരുവമ്പാടി ദേവസ്വം എന്ന് പറയുന്ന ഒരു പൊതു സംവിധാനവും അവിടുത്തെ ജനങ്ങളൊന്നും ഒരു കാരണവശാലും പൂരത്തിന്റെ ഒരു ചടങ്ങ് അലങ്കോലപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. അതിനകത്തുള്ള ചില വ്യക്തികൾക്ക് അതിൽ പങ്കുണ്ടോ എന്ന കാര്യം ഗൗരവമായിട്ട് പരിശോധിക്കേണ്ടതാണെന്ന് ഞാൻ എന്നെ ഒന്ന് കണ്ട ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ അഭിപ്രായം കൂടിയാണ്. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് RSS, BJP, അവിടുത്തെ NDA സ്ഥാനാർത്ഥി അടക്കമുള്ളവർ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ ഗൂഢാലോചന പുറത്തു വരേണ്ടതാണ്. അത് ഈ റിപ്പോർട്ടില് മറച്ചു വെച്ചിരിക്കുകയാണ്. ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പങ്കിനെ സംബന്ധിച്ചും ഇതിനകത്ത് വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. ഇവിടെ അന്ന് രാത്രി പൂരം വെടിക്കെട്ട് നടത്താതെ പൂരത്തിന്റെ ചടങ്ങുകളെല്ലാം നിർത്തിവെച്ച ഘട്ടത്തില് അന്നത്തെ കലക്ടറും പിന്നെ പോലീസ് മേധാവികളും അതുപോലെ നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ നടത്തിയ ചർച്ചയിൽ കൊച്ചി ദേവസ്വം ബോർഡ് പിന്നെ തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഭാരവാഹികളടക്കം പങ്കെടുത്തവര് അന്ന് എടുത്ത തീരുമാനമുണ്ട്. ആ തീരുമാനം എന്തായിരുന്നു എന്ന കാര്യം ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ആ തീരുമാനം 3 മണിയോടുകൂടി തന്നെ വെടിക്കെട്ട് നടത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ്. പക്ഷെ ആ തീരുമാനം എടുത്ത് പുറത്തു വന്ന ആ ഭാരവാഹികളെ പുറത്തു വെച്ച് ഭീഷണിപ്പെടുത്തിയത് BJP, RSS നേതാക്കന്മാരാണ്. വത്സൻ തെല്ലിങ്കൽ അടക്കമുള്ള ഓലക്ഷണം അടക്കമുള്ള ആൾ പറഞ്ഞു, നിങ്ങൾ ഈ തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ല, തിരുവമ്പാടി ദേവസ്വത്തിനകത്ത് പോയിട്ട് ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അത് പോയില്ലായിരുന്നെങ്കിൽ അന്നത് രാത്രി തന്നെ വെടിക്കെട്ട് നടക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, അതിനുശേഷം അവിടെ പോയതിനു ശേഷം ഈ തിരുവമ്പാടി ഭാരവാഹികൾ ഇങ്ങോട്ട് വരാതിരുന്നതിന് കാരണം അവിടെ സുരേഷ് ഗോപി അവിടെ വരികയും പൂരത്തിന്റെ വെടിക്കെട്ട് രാവിലത്തെ വെടിക്കെട്ടിന്റെ ഒപ്പം നടത്താൻ തീരുമാനം എടുക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. സുരേഷ് ഗോപി അന്നത്തെ പൂരത്തിന്റെ ഒരു ചടങ്ങിലും പങ്കെടുക്കാതിരുന്ന സുരേഷ് ഗോപി എങ്ങനെയാണ് അന്ന് ഈ ആംബുലൻസിൽ കയറി ഇവിടെ എത്തിയത്, സംഭവ സ്ഥലത്തേക്ക് എത്തിയത് എങ്ങനെയാണ്? കാരണം തൃശൂർ ഔട്ട് ഉൾപ്പെടെയുള്ള പ്രദേശത്തേക്ക് പോലീസിന്റെ അനുമതി ഇല്ലാതെ ഒരു ആംബുലൻസിന് പോലും പ്രവേശിക്കാൻ കഴിയില്ല. അങ്ങനെ ബന്ദോബസ്തോടുകൂടി നിൽക്കുന്ന അതിനകത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അനുമതി എങ്ങനെ ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രം എങ്ങനെ കിട്ടി? ഏത് പോലീസ് ഉദ്യോഗസ്ഥന്റെ അനുമതിയോട് കൂടിയിട്ടാണ് അദ്ദേഹം അവിടേക്ക് വന്നത്. അതോടൊപ്പം തന്നെ വരാഹി എന്ന് പറയുന്ന ഏജൻസി, ആ ഏജൻസിയുടെ പിന്നെ ഇവിടുത്തെ തൃശ്ശൂരിന്റെ ഈ ചോല വഹിക്കുന്ന വ്യക്തിയുടെ നിർദ്ദേശപ്രകാരമാണ് സേവാഭാരതിയുടെ ആംബുലൻസ് ഇങ്ങോട്ട് വന്നതെന്ന് സേവാഭാരതി ആംബുലൻസ് ഡ്രൈവർ പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ BJP, RSSന്റെ എല്ലാ കുതന്ത്രങ്ങൾക്കും ഈ രാഷ്ട്രീയമായ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന വരാഹിയുടെ നേതൃത്വം കൊടുക്കുന്ന ആൾ എങ്ങനെയാണ് ഇവിടെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നത്? അയാളാണ് സുരേഷ് ഗോപിയെ അവിടെ കൊണ്ടുപോകുന്നത്. അവിടെ ഈ പൂരം അലങ്കോലപ്പെടുന്ന സന്ദർഭത്തിൽ ഇത്തരം ആളുകൾ മത്സ്യം തില്ലെങ്കിൽ അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യം എന്നുള്ളത്, അതിനുശേഷം അവിടെ നടന്ന മുദ്രാവാക്യം വിളിച്ച് നടത്തിയ ബാരിക്കേഡ് പൊളിച്ച് RSS, BJP നേതാക്കന്മാരെല്ലാം കൂടി പടിഞ്ഞാറ് നടയിലൂടെ പ്രകടനമായി വന്നതിന് വേണ്ടിയിട്ടാണ്. അതിനെ സംബന്ധിച്ച വിവരങ്ങൾ അതിനകത്തില്ല. അതിനുശേഷം നടന്ന സംഭവങ്ങളെ സംബന്ധിച്ചെല്ലാമുള്ള വിശദമായ റിപ്പോർട്ട് വരുമ്പോൾ ആ റിപ്പോർട്ട് ആവുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം വെച്ചുകൊണ്ട് റിപ്പോർട്ടാണെന്നൊന്നും പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല, ഒരു തിരുവമ്പാടി ദേശത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടൊന്നും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. വ്യക്തമായി തന്നെ ഇതിനകത്ത് നടന്ന രാഷ്ട്രീയ ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത്, RSS നേതാക്കന്മാര് താമസിച്ച ഹോട്ടലിൽ ആരൊക്കെ വന്നിട്ടുണ്ട് ഒക്കെ പരിശോധിക്കട്ടെ. എല്ലാ കാര്യങ്ങളും പരിശോധിക്കുമ്പോഴല്ലേ കറക്റ്റ് വിവരങ്ങൾ കിട്ടും. ശ്രീ സുനിൽകുമാർ, ഇതിൽ തിരുവമ്പാടി ദേവസ്വത്തിന്റെ പേര് മാത്രം പരാമർശിക്കുന്നു. അതിൽ ADGP ഒരു ബോധപൂർവ്വ നീക്കം നടത്തി, അങ്ങനെ താങ്കൾ സംശയിക്കുന്നുണ്ടോ? ഇതിപ്പോ റിപ്പോർട്ടിനെ നമുക്കത് പൂർണ്ണ റിപ്പോർട്ടായിട്ട് അംഗീകരിക്കാനേ കഴിയില്ല. ഇത് ഭാഗികമായ റിപ്പോർട്ട് മാത്രമാണ്. അത് ചില ആളുകൾ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് കൂടി സംശയിക്കേണ്ടി വരുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ റിപ്പോർട്ടിനെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് നമുക്ക് ഈ പൂരം അലങ്കോലപ്പെട്ടതിന്റെ കാര്യം എന്താണെന്ന് നിഗമനത്തിലെത്താൻ ഇപ്പൊ സാധ്യമല്ല.
ഏതായാലും ത്രിതല പഞ്ചായത്തിന്റെ ത്രിതല ഗവൺമെന്റ് തല അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ ഒരു കറക്റ്റ് വിവരങ്ങൾ നമുക്ക് അഭിപ്രായം രേഖപ്പെടുത്താൻ പറ്റൂ. ഈ ചിലരെ രക്ഷിക്കാനെന്ന് ഉദ്ദേശിച്ചത് പാറമേക്കാവിലെ അവർ നേരത്തെയും ചില ആക്ഷേപങ്ങൾ നേരിടുന്നവരാണ്, അതുകൊണ്ട് അവരെ രക്ഷിക്കാൻ ബോധപൂർവ്വ ശ്രമം നടത്തി. ഇല്ല, പാറമേക്കാവിലെ ഈ പൂരാലം കൊലപ്പെട്ടതിൽ ഒരു ബന്ധമില്ല ആൾക്കാരല്ല, വെറുതെ പാറമേക്കാവിനൊന്നും അത് വെച്ചേക്കേണ്ട കാര്യമില്ല. ഒരു കാര്യം കൂടി, ഈ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു, ഇപ്പോൾ എന്തുകൊണ്ടാണ് വിവരാവകാശ നിയമപ്രകാരം പോലും പുറത്തു കൊടുക്കില്ലെന്ന് പറഞ്ഞ റിപ്പോർട്ട് ഇപ്പോൾ എങ്ങനെ പുറത്തു വന്നു എന്ന ചോദ്യം, അത് ബോധപൂർവമായി ഇതിനകത്ത് എന്ത് നീക്കം നടന്നു എന്നാണ് താങ്കൾ സംശയം? അതും ഈ ത്രിതല അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരേണ്ട കാര്യമാണ്. എങ്ങനെ ഇത് പുറത്തു വന്നു എന്നുള്ളത് ഈ ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പറയേണ്ട ഒരു കാര്യമാണെന്ന് ഞാനിപ്പോ ആവശ്യപ്പെടാം. അല്ല, അതിലും ഈ ഉദ്യോഗസ്ഥ തല ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ അജിത് കുമാറിന് വേണ്ടി ഒരു സംഘം പ്രവർത്തിച്ചു എന്ന് കരുതുന്നു. എന്താണെന്ന് അറിയണമെങ്കിൽ അന്വേഷണം പോലീസിന് പോലും പുറത്തുവിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ റിപ്പോർട്ട് എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ പുറത്തു വരുന്നത് എങ്ങനെയാണ് അറിയണ്ടേ? യെസ്, എന്തായാലും നന്ദി സുനിൽകുമാർ പ്രതികരിച്ചത്. വിനോദ്, ഇക്കാര്യത്തിൽ സുനിൽകുമാർ മുന്നോട്ട് വയ്ക്കുന്ന വാക്കുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു.